Hey guys, welcome back. Roll camera, action. ഷൈൻ നിഗത്തിന്റെ പുതിയൊരു സിനിമ ബൾട്ടി തമിഴിലും മലയാളത്തിലും റിലീസ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമ. എൻ്റെ സംവിധായകൻ ഉണ്ണി ചേട്ടാ, ഇതുപോലത്തെ ഒരുപാട് കഥകൾ ഇറങ്ങി പോയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല? എന്തോരം സിനിമ തമിഴിലും തെലുങ്കിലും കന്നഡയിലൊക്കെ വന്നു പോയിരിക്കുന്നു. ഈവൻ മലയാളത്തിലും വന്നു പോയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല? ഈ ബോർഡറിൽ വേലമ്പാളയം പിള്ളേരെന്ന് പറഞ്ഞാൽ പോക്കിരികളാണ്. ഇതിന് മൊത്തം ഒരു രീതി പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ബിൽഡ് ചെയ്ത് വരും. ഇപ്പോൾ വരും എന്നൊരു ഉള്ളിലൂടെ എന്തോ തരുന്ന പോലെ ഒരു തോന്നല ഫസ്റ്റ് ഹാഫിൽ. അത് ഇന്റർവെൽ എത്തുമ്പോ സോഡാ ബാബു പിള്ളേരെ ഇതിനു പല കൊള്ളുകൾ കളിച്ചിട്ടുണ്ടാവും. ഇത് ബാബുവിന്റെ കോർട്ടാണ്. ഇവിടെ കളി ഞാൻ തീരുമാനിക്കും. അൽഫോൺസ് പുത്രൻ പുള്ളി സോഡാ ബാബു ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോഡാ ബാബു വെറും ഒരു കുട്ടൂസ് ബാബു ആയിപ്പോയി. ഒന്നിനും കൊള്ളില്ല ഗൈസ്. തിയേറ്ററിനകത്ത് എങ്ങനെ പിടിച്ചിരുന്നു എന്ന് പോലും എനിക്കൊരു പിടുത്തില്ല. ഇതിൻ്റെ ഇൻ്റർവെൽ പഞ്ചൊക്കെ കാണുമ്പോൾ ഇത് ഇനിയും ഉയരങ്ങളിലേക്ക് പോകും, ഇതിൻ്റെ പീക്ക് ലെവൽ എന്ന് വിചാരിക്കും. അത് വെറും തോന്നലായിരിക്കും. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഒന്നുമില്ല ഗൈസ്, അങ്ങനെ പറയാൻ മാതിരി ഒന്നുമില്ല. നിങ്ങളുടെ ശക്തി നിങ്ങൾക്കറിയില്ല. സൈനികത്തിനെ പറയുകയാണെങ്കിൽ ആക്ച്വലി പുള്ളിക്ക് ഇങ്ങനെ വലിയ സീരിയസ് കഥാപാത്രമൊന്നും ചെയ്യാൻ അറിയത്തില്ല. പുള്ളിയുടെ ആക്ടിങ് എനിക്കിഷ്ടമല്ല പേഴ്സണലി. ഷെയ്ൻ്റെ ആക്ടിങ് നോക്കുമ്പോൾ ഇതിൽ കരയേണ്ട സീനൊക്കെ കരഞ്ഞ് അലമ്പാക്കിയിരിക്കുകയാണ്. ഓവർ ഇജാതി ഒരു ഓവർ ഐറ്റം. പിന്നെ റൊമാൻറ്റിക് ഒക്കെ വളരെ രണ്ട് രീതിയിൽ നല്ല രസമായിട്ട് ചെയ്ത്. കോർട്ടിൽ എന്നെ കണ്ടപ്പോ എന്തിനാ പതറിയത്? നോക്കിയപ്പോ കണ്ടു തന്നെ നോയിക്കൊണ്ടിരുന്നപ്പോ കൈ നോയി. സായി ആയതുകൊണ്ട് ഞാൻ മാത്രം പോയി കണ്ടത്. പുള്ളിയുടെ മ്യൂസിക് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് പോയി കണ്ടു. മ്യൂസിക് ഗംഭീരം, അത് കിടുകിടിലുമാണ്. പക്ഷെ പടം ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു മ്യൂസിക് മാത്രമാണ്. മ്യൂസിക് ഗംഭീരമാണ്. BGMs, ചില ഫൈറ്റൊക്കെ വരുമ്പോഴുള്ള BGMs അത് പീക്ക് കൊണ്ടുപോകും. ആ മ്യൂസിക് മാത്രം പീക്കിൽ പോവുള്ളൂ. മ്യൂസിക് താഴെ പോയാൽ പടവും താഴെ പോകും. ആ ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ മ്യൂസിക് ഒക്കെ പിടിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫും പോയി, ഇൻ്റർവെലും പോയി, സെക്കൻഡ് ഹാഫും വരും എന്ന് വിചാരിച്ചിട്ട് ഒന്നും വരത്തില്ല. ഈ ക്ലൈമാക്സ് എത്തുമ്പോൾ തന്നെ നമുക്കും അത് പടത്തിൻ്റെ നമ്മുടെ ഫിലിം ബൈ എഴുതി കാണിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ എഴുന്നേറ്റ് പോകും. അത്രയ്ക്കുണ്ട് ഇതിൻ്റെ ആ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ തന്നെ ഇതൊക്കെ ഇതിനു മുമ്പ് വന്ന് പോയിട്ടുണ്ടല്ലോ എന്ന് തോന്നും. അങ്ങനെയാണ് കേസ്, അങ്ങനെ ഇത് പിടിച്ചു വെച്ചേക്കുന്നത്. അങ്ങനത്തെ കഥയാണത്. അത് കഴിഞ്ഞ് ഇന്റർവെല്ലിലെ ക്ലൈമാക്സ് പടത്തിന്റെ പേര് എഴുതി കാണിച്ച ഓട്ടനെ ഞാൻ ഇറങ്ങി ഓടി. ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഫിലിം. തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണമെന്നൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. OTT വരുമ്പോൾ കണ്ടാൽ മതി. പോയി കാണണ്ട. OTT വരുമ്പോൾ പോസ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണേണ്ട ഒരു സിനിമയാണത്. കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുതെ ഓവറാക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ബെല്ലൈക്കണം അമർത്തിക്കുക. അപ്പോൾ എല്ലാ സിനിമാ പ്രേമികൾക്കും ബൈ ബൈ. Roll camera, action.